മൂന്നാമത്തെ ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. യൂദായുടെ ലേഖനം ഞാൻ കഴിഞ്ഞ നമ്മുടെ സെഷനുകളിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയതുപോലെ ദൈവസഭകളിൽ അധികം ആളുകൾ പഠിപ്പിക്കാത്ത ഒരു ലേഖനമായി ഞാൻ മനസ്സിലാക്കുന്നു. 25 വാക്യങ്ങൾ മാത്രമടങ്ങിയ ഈ ലേഖനം പുതിയ നിയമത്തിലെ 26ാമത്തെ പുസ്തകമാണ്. വെളിപ്പാട് പുസ്തകത്തിന് തൊട്ട് മുൻപ് കിടക്കുന്നു. ഒരുപക്ഷെങ്കിൽ ക്രിസ്തീയ ഗോളത്തിൽ ഏറ്റവും അവഗണിക്കപ്പെട്ട ലേഖനമായി ഇത് ചിന്തിക്കുന്നതിൽ തെറ്റുണ്ടാകുകയില്ല. അപ്പോൾ ഈ ലേഖനം, ഈ 25 വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ദുരുപദേശകർക്കെതിരെയുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ സന്ദേശമാണ്. അതുകൊണ്ട് പ്രിയ സഹോദരി സഹോദരന്മാർ, ഇത് നന്നായി പഠിക്കുവാനായി ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുകയാണ്. നമ്മൾ ആദ്യത്തെ ചില ഭാഗങ്ങൾ ഇതിനോടകം ശ്രദ്ധിച്ചിരുന്നു. ഈ 25 വാക്യത്തെ നമുക്ക് രണ്ടായി തിരിക്കാം പഠന സൗകര്യത്തിനായി. ആദ്യത്തെ 16 വാക്യങ്ങൾ 3-ാം വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ യൂദ നമ്മളോട് പറയുന്നത് ഈ വിശ്വാസത്തിനായി നമ്മൾ പോരാടണം. വിശ്വാസം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ദൈവമക്കളോട് പറഞ്ഞിരുന്നു. ക്രിസ്തീയ വിശ്വാസ സംഹിത, ക്രിസ്ത്യൻ ഡോക്ട്രിൻസ് ആണ് അവിടെ വിശ്വാസമെന്ന് വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആ വിശ്വാസത്തിന് വേണ്ടി ഓരോ വിശുദ്ധനും പോരാടണം. ഇതാണ് ആദ്യത്തെ 16 വാക്യങ്ങളിലെ മുഖ്യമായ സന്ദേശം. അതിൻ്റെ കാരണവും യൂദ പറയുന്നുണ്ട്. കാരണം വളരെ കടുത്ത ദുരുപദേശകർ ദൈവസഭകളുടെ അകത്ത് നുഴഞ്ഞു കയറിയിരിക്കുകയാണ്. 17 മുതൽ 25 വരെയുള്ള വചനങ്ങളിൽ പ്രധാനമായും എങ്ങനെയാണ് ഈ വിശ്വാസത്തിന് വേണ്ടി പോരാടുന്നത് എന്നതാണ് പ്രധാനമായ വിഷയം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഭാഗത്തിലാണ് നിൽക്കുന്നത്. അവിടെ എഴുത്തുകാരൻ ആത്മനിയോഗത്താൽ, നമുക്കറിയാം യൂദ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ഹാഫ് ബ്രദറാണ്. ഒരു പ്രത്യേക സബ്ജക്റ്റ് ആദ്യം ഈ സദസ്സിനെ എഴുതി അറിയിക്കുവാൻ താല്പര്യപ്പെട്ടു എങ്കിലും പരിശുദ്ധാത്മാവ് പ്രത്യേക നിയോഗം അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. അങ്ങനെ ഈ ദുരുപദേശകർ അല്ലെങ്കിൽ ഈ ആത്മീക ടെററിസ്റ്റുകൾ, അവർക്കെതിരെയാണ് ഈ ലേഖനം എഴുതുന്നതായി നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഈ ദുരുപദേശകർ, ഈ സ്പിരിച്വൽ ടെററിസ്റ്റ് എന്ന് ഞാൻ പറയുമ്പോൾ ഇവർ അപ്പോസ്റ്റേറ്റ്സ് ആണ്. എന്ന് പറഞ്ഞാൽ ആത്മീകമായി അവർക്ക് വിശ്വാസത്യാഗം സംഭവിച്ചവരാണ്. യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വം നിഷേധിച്ച് ശരിയായിട്ടുള്ള ഉപദേശങ്ങളെ അവരുടെ വ്യക്തിപരമായ ജഡീക താല്പര്യങ്ങൾക്ക് വേണ്ടി അവരെ കോട്ടിമാട്ടിക്കളയുന്ന അത്ര ഭീകരന്മാരാണ് ഈ ഫോൾസ് ടീച്ചേഴ്സ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ചില എപ്പിസോഡുകളിൽ കണ്ടതാണ്. അപ്പോൾ അവർക്കെതിരെയാണ് ജൂഡ് ഈ കാര്യങ്ങൾ എഴുതുന്നത്. അപ്പോൾ ദൈവമക്കൾ മനസ്സിലാക്കണം, ഈ വിശ്വാസത്യാഗം എന്നുള്ളത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വാർണിംഗ് നമുക്കുണ്ട്. അപ്പോസ്തോലന്മാരും വാൺ ചെയ്തിട്ടുണ്ട്. ഇതാദ്യം മുതലേ സംഭവിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. അപ്പോസ്റ്റേറ്റ് അനുഭവങ്ങൾ, വിശ്വാസത്യാഗത്തിൻ്റെ അനുഭവങ്ങൾ, ആ വാർണിംഗ് ദൈവമക്കൾ എല്ലാവരും ഉൾക്കൊള്ളണം. നമ്മുടെ വിശ്വാസ ജീവിതത്തെ വളരെ കൃത്യമായി നമ്മൾ കൊണ്ട് മുന്നോട്ട് പോകുവാൻ കടപ്പെട്ടവരാണ്. ഒരുപാട് വാർണിംഗ് പാസേജുകൾ തിരുവെഴുത്തിലുണ്ട്. എന്നാൽ ദാവീദ് തൻ്റെ മകനായ ശലോമോനോട് പറഞ്ഞൊരു വാക്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. 1 ദിനവൃത്താന്തം 28-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. നീയോ എൻ്റെ മകനെ ശലോമോനെ, നിൻ്റെ അപ്പൻ്റെ ദൈവത്തെ അറിയുകയും അവനെ പൂർണ്ണ ഹൃദയത്തോടും നല്ല മനസ്സോടും കൂടെ സേവിക്കുകയും ചെയ്യുക. യഹോവ സർവഹൃദയങ്ങളെയും പരിശോധിക്കുകയും
വിചാരങ്ങളും നിരൂപണങ്ങളും എല്ലാം ഗ്രഹിക്കുകയും ചെയ്യുന്നു. നീ അവനെ അന്വേഷിക്കുന്നു എങ്കിൽ അവനെ കണ്ടെത്തും, ഉപേക്ഷിക്കുന്നു എങ്കിലോ അവൻ നിന്നെ എന്നേക്കും തള്ളിക്കളയും. ഇത് ദൈവമക്കളും മറക്കരുത്. ഉപദേശത്തിൽ നിന്നും ദൈവത്തിൻ്റെ വചനം നാം ഉപേക്ഷിക്കുകയാണെങ്കിൽ ദൈവം എന്നേക്കുമായി തള്ളിക്കളയും. ഇറ്റ് ഈസ് വെരി സീരിയസ്. ഒരു വാക്യം കൂടെ എൻ്റെ മുഖവരയിൽ പറയാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 17-ാം അധ്യായം 5-ാം വാക്യം. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തൻ്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. ഇതൊക്കെ ഞാനിവിടെ വായിക്കുന്നത് ഈ ദുരുപദേശകർ അവർ നുഴഞ്ഞു കയറിയിരിക്കുകയാണ്. നമ്മളത് കണ്ടതാണ്. അവർ വളരെ ഡേഞ്ചറസ് ആണ്. അവർക്ക് ശിക്ഷാവിധി വരുന്നുണ്ട്. അവരുടെ ഇൻഫ്ലുവൻസിൽ ആരും ആയിപ്പോകരുത്. ഞാൻ പ്രിയ സഹോദരി സഹോദരന്മാരോട് പറയാം, ചില മാധ്യമങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിക്കുമ്പോൾ ചെറുപ്പക്കാർ, കാര്യങ്ങൾ ശരിക്ക് മനസ്സിലാകാത്തവർ, അവർ വശീകരിക്കപ്പെടുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. പഥ്യവചനത്തെ അതിൻ്റെ ഗൗരവത്തിൽ ഉൾക്കൊള്ളാതെ ചില ആളുകൾ പറയുന്ന കുറേ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അവരെ അറിയാതെ തന്നെ പഥ്യമായ ആ പാതയിൽ നിന്ന് തിരിയുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. എത്ര ഭയങ്കരമാണ്! അതുകൊണ്ട് കൃത്യമായി സഭകളിൽ പഥ്യവചനം പഠിപ്പിക്കുന്ന കർത്തൃദാസന്മാർ എഴുന്നേൽക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. 3-4 വാക്യം നമ്മൾ ഇതിനോടകം കണ്ടു കഴിഞ്ഞു. കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായിട്ട് നമ്മളത് ചിന്തിച്ചു. 3-ാം വാക്യത്തിലാണ് വാസ്തവത്തിൽ ലേഖകൻ തൻ്റെ ഓഡിയൻസിനെ ചലഞ്ച് ചെയ്യുന്നത്. വിശ്വാസത്തിനായി പോരാടണം, കണ്ടന്റ് ഏർണസ്റ്റ്ലി ഫോർ ദ ഫെയ്ത്ത്. 4-ാം വാക്യത്തിൽ അതിൻ്റെ കാരണം, ഇങ്ങനെ ഒരു എമർജൻസി കോള് അദ്ദേഹം കൊടുക്കുന്നതിൻ്റെ കാരണമാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ ഈ കള്ള ഉപദേഷ്ടാക്കന്മാർ ദൈവസഭയുടെ ഉള്ളിലേക്ക് അവർ നുഴഞ്ഞു കയറിയിരിക്കുകയാണ്. ഒരു കാര്യം ദൈവമക്കളോട് ഞാൻ പറയാം, പ്രാദേശിക സഭകളോടുള്ള ബന്ധത്തിൽ ഒരു സഭ ഇവർ സ്ഥാപിക്കുന്നവരല്ല. അനേക കർത്തൃദാസന്മാർ ആത്മാർത്ഥമായി അധ്വാനിച്ച് സ്ഥാപിക്കപ്പെട്ട സഭകളിലാണ് ഇവർ നുഴഞ്ഞു കയറുന്നത്. നുഴഞ്ഞ് കയറി ദുരുപദേശം പ്രചരിപ്പിച്ച് അതിനെ കലക്കുന്നവരാണ്. അതുകൊണ്ട് ദൈവമക്കൾ ജാഗ്രത പുലർത്തണം. അപ്പം 3-4 വാക്യത്തിൽ നമ്മളത് കണ്ടു. ഇവർ നുഴഞ്ഞ് കയറുന്നവരാണ്. നമ്മുടെ ദൈവത്തിൻ്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. അവരുടെ ഈ ശിക്ഷാവിധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. അവിടെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ധ്യാനം തുടങ്ങുന്നത്. ഈ ദുരുപദേശകർ, ഈ സ്പിരിച്വൽ ടെററിസ്റ്റുകളായിട്ടുള്ളവർ, ഇവർ നുഴഞ്ഞകത്ത് കയറിക്കഴിഞ്ഞു. പക്ഷേ യൂദ വാൺ ചെയ്യുകയാണ്, അവരുടെ ഈ ശിക്ഷാവിധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. നമ്മളെ ആദ്യം ചലഞ്ച് ചെയ്തു, വിശ്വാസത്തിന് വേണ്ടി പോരാടണം. അതിൻ്റെ കാരണം 4-ാം വാക്യത്തിൽ പറഞ്ഞു. അകത്ത് കുറേ ദുരുപദേഷ്ടാക്കർ അവർ കയറിയിട്ടുണ്ട്. എന്നിട്ട് 4-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുകയാണ്, അവരുടെ ഈ ശിക്ഷാവിധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. എന്നിട്ട് 5 മുതൽ 7 വരെയുള്ള വചനങ്ങളിൽ ചരിത്രത്തിൽ നിന്ന് 3 ദൃഷ്ടാന്തങ്ങൾ ലേഖകനായിരിക്കുന്ന യൂദ അവതരിപ്പിക്കുകയാണ്. താൻ പറഞ്ഞ ഈ കാര്യം സ്ഥാപിക്കുവാനായി ചരിത്രത്തിൽ ദൈവത്തെ വിട്ടുപോയി ദൈവത്തോട് മത്സരിച്ച ആളുകൾക്കുണ്ടായ അന്ത്യം യൂദ നിരത്തുകയാണ്. എന്നിട്ട് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്, ഇതിങ്ങനെ ആയിരുന്നെങ്കിൽ ഈ കൂട്ടരെയും ദൈവം വെറുതെ വിടുകയില്ല. ഇതാണ് 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ യൂദ നമ്മെ പഠിപ്പിക്കുന്നത്.
അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വേറൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നത്, ഈ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ നിന്നാണ് ചില കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ലേഖനം വായിച്ച് കേൾക്കുന്നവർ, അല്ലെങ്കിൽ യൂദയുടെ ഒറിജിനൽ ഓഡിയൻസ്, അവർക്ക് യഹൂദ ചരിത്രം നന്നായി അറിയാവുന്നവരാണ്. അതുമാത്രവുമല്ല, ആ കാലഘട്ടത്തിൽ പ്രചരിപ്പിച്ചിരുന്ന പല മത സാഹിത്യ ഗ്രന്ഥങ്ങളും അവർക്കറിയായിരുന്നു എന്നുള്ളതിന് യൂദയുടെ ലേഖനത്തിൽ ആന്തരിക തെളിവുകളുണ്ട്. അപ്പം ഇത് നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാനായി. 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ വിശ്വാസത്യാഗികളായ ഇസ്രായേല്, വീണുപോയ ദൂതന്മാർ, സോദോം ഗോമറ, ഇങ്ങനെ 3 ഇലസ്ട്രേഷൻസ് അവരുടെ ചരിത്രത്തിൽ നിന്ന് എടുത്തിട്ട് ജൂഡ് 4-ാം വാക്യത്തിൽ പറഞ്ഞ ആ കാര്യം സ്ഥാപിക്കുകയാണ്. ഇവരെയും ദൈവം വെറുതെ വിടുകയില്ല. അപ്പോൾ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കണം. യൂദ സ്ഥാപിക്കുന്ന ഇതാണ്: ഇവർ ദൈവത്തിൻ്റെ എനിമീസാണ്, ശത്രുക്കളാണ്. ദൈവം ഇവരെ വെറുതെ വിടത്തില്ല. ഇത് എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാവരും മനസ്സിലാക്കണം. സത്യവചനത്തിൽ നിന്ന് മാറിപ്പോയിട്ടുള്ളവർ, പത്യവചനത്തിൽ നിന്ന് മാറിപ്പോയവർ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ സത്യമായ വചനത്തിലേക്ക് മാനസാന്തരപ്പെട്ട് നിങ്ങൾ മടങ്ങി വരണം. അല്ലെങ്കിൽ ഇതിന് ഒരു ന്യായവിധി ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. നിങ്ങളോ സകലവും ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഓർപ്പിപ്പാൻ ഞാൻ ഇച്ഛിക്കുന്നതെന്തെന്നാൽ, കർത്താവ് ജനത്തെ മിസ്രയീമിൽ നിന്ന് രക്ഷിച്ചിട്ട് വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിൻ്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിൽ കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. അതുപോലെ സോദോമും ഗോമറയും ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമമായി ദുർനടപ്പ് ആചരിച്ചു. അന്യജഡം മോഹിച്ച് നടന്നതിനാൽ നിത്യാഗ്നിയുടെ ശിക്ഷാവിധി സഹിച്ചുകൊണ്ട് ദൃഷ്ടാന്തമായി കിടക്കുന്നു. 3 കാര്യങ്ങളാണ് യൂദ പറയുന്നത്. ഈ 4-5 വാക്യത്തിൽ ഒരു കാര്യം, വളരെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ എടുത്ത് അതിൻ്റെ ഒരു ലളിത ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഞാൻ നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരാം. ദ ഫേറ്റ് ഓഫ് സച്ച് പീപ്പിൾ വാസ് റിട്ടൺ ലോങ് അഗോ. ഇവരെക്കുറിച്ചൊക്കെ നേരത്തെ എഴുതിയിട്ടുണ്ട്, ഇവരുടെ അന്ത്യം എന്താണ് വരാൻ പോകുന്നത്. എന്നിട്ട് റിമെമ്പർ ദിസ് ഫാക്ട് വിച്ച് യു നോ ഓൾറെഡി. അപ്പോൾ ഇവർക്ക് നേരത്തെ തന്നെ അവരുടെ ചരിത്രത്തിൽ കിടക്കുന്ന ഈ സംഭവങ്ങൾ നന്നായി അറിയാവുന്നവരാണ്. അവരെ ആ കാര്യങ്ങൾ എടുത്ത് ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നോക്കിയാൽ മലയാളം, നിങ്ങളോ സകലവും ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഓർപ്പിപ്പാൻ ഞാൻ ഇച്ഛിക്കുന്നതെന്തെന്നാൽ. അപ്പോൾ ആദ്യം ഓർമ്മപ്പെടുത്തുകയാണ്. ഫെമിലിയർ ആയിട്ടുള്ള പഴയ നിയമത്തിലെ എക്സാമ്പിളുകൾ എടുത്ത് യൂദ ആഗ്രഹിക്കുന്നത് തൻ്റെ കേൾവിക്കാരെ ഇതെല്ലാം ഒന്ന് ഓർമ്മപ്പെടുത്തണം. 2 പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായം 12-ാം വാക്യം, പത്രോസിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞവരും ലഭിച്ച സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരും എന്ന് വരികിലും ഇത് നിങ്ങളെ എപ്പോഴും ഓർപ്പിപ്പാൻ ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. അവർക്ക്, പത്രോസിൻ്റെ ഓഡിയൻസിന് അറിയാവുന്ന കാര്യങ്ങൾ പീറ്ററും പറയുക, നിങ്ങളെ ഞാൻ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ശരിക്കും ഇതാണ് ദൈവസഭയിലെ ഒരു ശുശ്രൂഷകൻ്റെ പ്രധാനപ്പെട്ട ശുശ്രൂഷകളിലൊന്ന്. പുതിയ ഒരു സംഭവം അവതരിപ്പിക്കുകയല്ല. ദൈവത്തിൻ്റെ വചനം നമ്മളെല്ലാവരും വായിക്കുന്നവരാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വായിച്ച അറിവുണ്ട്. ഈ കാര്യങ്ങൾ കോർത്തിണക്കി ഓഡിയൻസിനെ മനസ്സിലാക്കുകയാണ്. റിമൈൻഡിങ് ദ പീപ്പിൾ അഗെയിൻ ആൻഡ് അഗെയിൻ.
ഓർമ്മപ്പെടുത്തുകയാണ്. ദുരുപദേശകരോടുള്ള ബന്ധത്തിൽ ഇതിനെ കണക്ട് ചെയ്ത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ്. യൂദ അതാണ് ചെയ്യുന്നത്. പീറ്ററും ആ നിലയിൽ ശുശ്രൂഷിച്ചു. കർത്തൃദാസന്മാരൊക്കെ ആ നിലയിൽ ശുശ്രൂഷിക്കുന്നവർ ആകട്ടെ. ഇതാണ് ഞാൻ ആദ്യമായിട്ട് നിങ്ങളോട് പറയാൻ താല്പര്യപ്പെട്ടത്. ശരിക്കും ഒരു ഉപദേഷ്ടാവിൻ്റെ ഡ്യൂട്ടി അതാണ്. ചർച്ചിനെ നിരന്തരമായി ഓർമ്മപ്പെടുത്തുക, റിമൈൻഡിങ് ദ പീപ്പിൾ, ദ ബിലീവേഴ്സ്, ദ ചർച്ച്. സകലവും ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും, അപ്പോൾ യൂദയ്ക്ക് ശരിക്കും അറിയാം, ഓഡിയൻസിന് ബൈബിളിലെ ബേസിക് ആയിട്ടുള്ള ഇസ്രായേലിൻ്റെ ചരിത്രം അവർക്ക് നന്നായി അറിയാം. അവർക്കത് വളരെ ക്ലിയറാണ്. എന്നാൽ അതെല്ലാം അവർ ഗ്രഹിച്ചിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയില്ല. ഒരു പക്ഷെങ്കിൽ ഇന്ന് ചിലരൊക്കെ ചെയ്യുന്നത് പോലെ കേവലം കഥകളായി മാത്രം ഇത് ചിന്തിച്ച് കാണും. എന്നാൽ ജൂഡ് അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ഇപ്പോൾ അവർ അഭിമുഖീകരിക്കുന്ന വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവരുടെ ഇടയിലേക്ക് കുറെ ഡേഞ്ചറസ് ആളുകൾ പ്രവേശിച്ചു കഴിഞ്ഞു. പത്രോസ് വാൺ ചെയ്തതാണ്, ഇവർ വരുന്നുണ്ട്. ജൂഡ് പറയുക, ഇവർ ഓൾറെഡി ചർച്ചുകളുടെ അകത്തേക്ക് അവർ കയറിക്കഴിഞ്ഞു. ഈ ഡേഞ്ചറസ് ആയിട്ടുള്ള സിനാറിയോയിൽ ജൂഡിന് അവരോട് ഈ ചരിത്രത്തിൽ നിന്ന് സംഭവങ്ങളെ നിരത്തി പറയാനുള്ളത്, സംഭവങ്ങൾ ചരിത്രത്തിൽ നിങ്ങൾക്കറിയാം. അതിൻ്റെയൊക്കെ അവസാനം എന്തായിരുന്നു? ദൈവം അവരെയൊക്കെ ന്യായം വിധിച്ചു എങ്കിൽ ഈ കൂട്ടരും ഇവരെ ന്യായം വിധിക്കും. ഇവരെ വെറുതെ വിടുകയില്ല. ഇവർ ദൈവത്തിൻ്റെ ശത്രുക്കളാണ്. ഇവർ ദൈവവചനത്തിന് വിപരീതമായി നിൽക്കുന്നവരാണ്. ഇവർ പത്യവചനത്തെ ഇവരെ ഡിസ്റ്റോർട്ട് ചെയ്യുന്നവരാണ്. ഇവർ യേശുവിൻ്റെ കർത്തൃത്വത്തിൻ്റെ കീഴിലുള്ളവരല്ല. ദേ ആർ ഹെഡിങ് ഫോർ ജഡ്ജ്മെന്റ്. അതാണ് യൂദ ഈ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ ഈ 3 ഉദാഹരണങ്ങൾ നിരത്തിക്കൊണ്ട് പറയുന്നത്. ഇവർക്കിത് അറിയാമെന്ന ചരിത്രം ആണ്. എന്നാൽ യൂദ ഈ കാര്യങ്ങൾ പറയുമ്പോൾ മറ്റൊരു കാര്യം ശ്രദ്ധേയമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവത്തിൻ്റെ മനോഭാവം എന്താണ് എന്നുള്ളത് ഈ ഉദാഹരണങ്ങൾ വളരെ ക്ലിയറാണ്. ദൈവവചനത്തിന് വിപരീതമായി നിൽക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവരെ വെറുതെ വിടുകയില്ല. God will not change his attitude. നേരത്തെ ആളുകളെ ന്യായം വിധിച്ചെങ്കിൽ ഇപ്പോഴും അവിടുന്ന് ന്യായം വിധിക്കും. ദൈവത്തിനെതിരെ മത്സരിച്ച ഒരുത്തനും രക്ഷപ്പെട്ടിട്ടില്ല. ആ കാര്യവും യൂദയ്ക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ട്. അതാണ് നമ്മൾ അവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ഈ കൂട്ടർ 4-ാം വാക്യത്തിൽ അവർ ഈ ദൈവത്തിൻ്റെ കൃപയെയാണ് അവർ ഡിസ്റ്റോർട്ട് ചെയ്യുന്നത്. അത് പാപത്തിനൊരു മറയാക്കുന്നത്. ദൈവം മനസ്സലിവുള്ളവനാണ്, കരുണയുള്ളവനാണ്, ദൈവം കൃപ പകർന്ന് രക്ഷിക്കുന്നവനാണ്, സംശയമില്ല. പക്ഷേ ദൈവത്തിൻ്റെ വചനത്തെ തിരിച്ച് പാപം ഉള്ള സ്വഭാവത്തിന് മറയായി ഉപയോഗിക്കുകയാണെങ്കിൽ, ദൈവത്തിൻ്റെ ആ കൃപയെ അവർ ഡിസ്റ്റോർട്ട് ചെയ്യുകയാണെങ്കിൽ, കൃപയുള്ളവനാണെങ്കിലും കരുണയുള്ളവനാണെങ്കിലും ഇക്കൂട്ടരെ വെറുതെ വിടുകയില്ല. ഇതാണ് ജൂഡിന് പറയാനുള്ളത്. മാത്രമല്ല, ഇവിടെ ലേഖകന് ഇങ്ങനെയുള്ള കാര്യം പറയുമ്പോൾ ആടി നിൽക്കുന്ന കുറേ ആളുകൾ ദൈവസഭയിൽ കാണും. അവരെ ഒന്ന് ബലപ്പെടുത്തുവാനുണ്ട്. ഈ കൂട്ടര് ന്യായവിധിയിലേക്ക് നീങ്ങുകയാണ്. അത് തെറ്റാണ്, അത് വചനവിരുദ്ധമാണ് എന്ന കാര്യം ഈ ഉദാഹരണങ്ങളിലൂടെ പറഞ്ഞവർക്ക് ബോധ്യമായി. ആടി നിൽക്കുന്ന ആളുകളെ കൂടെ ഉറപ്പിക്കാൻ യൂദയ്ക്ക് പദ്ധതി ഉണ്ടായിരുന്നു എന്ന് വേണം ന്യായമായി ചിന്തിക്കുവാൻ. ഇതാണ് താൻ പിന്നെയും ഈ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി അവരോട് എഴുതി അറിയിക്കുന്നത്. ഇപ്പം ഈ 3 ഉദാഹരണങ്ങളിൽ നിന്ന് കോമൺ ആയിട്ട് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയും. പദവികൾ പലതും ഉണ്ടായിരുന്ന ആളുകളാണ് പിന്നത്തേതിൽ ദൈവം ന്യായം വിധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നു. ചില പദവികളൊക്കെ ഉണ്ടായിരുന്നു.
പക്ഷേ പിൻകാലങ്ങളിൽ ആ രക്ഷയുടെ പ്രവർത്തനങ്ങളിൽ നിന്നും പഥ്യവചനത്തിൽ നിന്നും മാറി കർത്താവിനെ ഉപേക്ഷിച്ച, ദൈവവചനം ഉപേക്ഷിച്ച അനുഭവമാണെങ്കിൽ കഴിഞ്ഞ നാളുകളിൽ പ്രിവിലേജുകൾ എന്തെല്ലാം ഉണ്ടായിരുന്നു എങ്കിലും ന്യായവിധിയിൽ നിന്ന് ഒഴിവാകത്തില്ല എന്ന സത്യം കൂടെ ഇതിനകത്ത് നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. യൂദയ്ക്ക് അതുകൂടെ പറഞ്ഞ് മനസ്സിലാക്കുവാൻ പ്ലാൻ ഉണ്ട് എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇത് വളരെ ഗൗരവമായിട്ട് നമ്മൾ എടുക്കണം. അതിനാണ് 25 വാക്യങ്ങളിൽ വളരെ കണ്ടൻസ്ഡ് ആയിട്ട് ദുരുപദേശകരും കള്ളപ്രവാചകന്മാരും ഇങ്ങനെ വചന വിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകൾക്കെതിരെ ദൈവത്തിൻ്റെ ആത്മാവ് ഈ ലേഖനം പുതിയ നിയമത്തിൽ നമുക്ക് തന്നിരിക്കുന്നത്. ഇത് വളരെ ഗൗരവത്തോടെ ധ്യാനിക്കുവാൻ ഞാൻ വളരെ സ്നേഹത്തോടെ എൻ്റെ കേൾവിക്കാരെ ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ കർത്തൃദാസന്മാരും ഇത് പഠിക്കട്ടെ. ഇത് നമ്മൾ പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുവാൻ കർത്താവ് നമ്മൾക്ക് കൃപ തരട്ടെ. മാത്രമല്ല, ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പാണ് ദുരുപദേശകനെയും കള്ളപ്രവാചകനും നമ്മുടെ മുൻപിൽ വരുമ്പോൾ ഈ വചനത്താൽ അവരെ വിവേചിക്കുവാൻ കഴിയും എന്നുള്ളതിൽ സംശയമില്ല. 5-ാം വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുകയാണ്. ഇസ്രായേലിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. കർത്താവ് ജനത്തെ മിസ്രൈമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. എന്തിലേക്കാണ് കൊണ്ടുവരുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഈ നല്ല തുടക്കം കൊണ്ടൊന്നും പരിപാടി നടക്കത്തില്ല. നിങ്ങൾ കാലം മുന്നോട്ട് പോയപ്പോൾ നിങ്ങൾ വിശ്വാസം ത്യജിച്ചവരാണ്, നിങ്ങളെയും നശിപ്പിക്കും. ഇത് പറയാനാണ് ഇസ്രായേൽ ജനത്തിൻ്റെ കാര്യം ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. മിസ്രൈമിൽ നിന്ന് രക്ഷിച്ചിട്ടും, പുറപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 17-ാം അധ്യായം വരെയുള്ള വചനങ്ങൾ ദൈവമക്കൾ കുറിക്കണം. അതോടൊപ്പം സംഖ്യാപുസ്തകം 11-ാം അധ്യായം മുതൽ 14-ാം അധ്യായത്തിൻ്റെ 38-ാം വാക്യം വരെ ദൈവമക്കൾ കുറിച്ചെടുക്കണം. യൂദ ഓഡിയൻസിനെ ഓർമ്മപ്പെടുത്തുകയാണ്, ദൈവം മിസ്രൈം ദേശത്ത് നിന്ന് ഇസ്രായേൽ ജനത്തെ ദൈവം രക്ഷിച്ചു. പക്ഷേ രക്ഷിച്ച ശേഷം കാലം മുന്നോട്ട് പോയപ്പോൾ അവർ ദൈവത്തോട് മത്സരിച്ചത് നിമിത്തം വാഗ്ദത്ത ദേശത്ത് അവർ പ്രവേശിച്ചില്ല. മരുഭൂമിയിൽ അവർ നശിച്ചുപോയി. ദിസ് ഇസ് വെരി സീരിയസ്. നമുക്കറിയാം ഇസ്രായേൽ മക്കളുടെ ചരിത്രം. ലോകത്തിലെ ഒരു മനുഷ്യൻ നോക്കിയാലും അവരെ വിടുവിക്കാൻ കഴിയത്തില്ലായിരുന്നു. 400-ൽ പരം വർഷങ്ങൾ അവർ മിസ്രൈം ദേശത്ത് അടിമകളായിരുന്നു. ഫറവോൻ്റെ നുകം അവരുടെ മേലുണ്ടായിരുന്നു. നമുക്ക് ആ ചരിത്രമെല്ലാം അറിയാം. 4-ാം തലമുറയിൽ ഒരു വിടുതൽ ഉണ്ടാകുമെന്നുള്ള വാഗ്ദത്തം വെച്ച് അവർ കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. വിക്കനായ ഒരു മനുഷ്യനെ ദൈവം കരങ്ങളിലെടുത്ത് മോശയുടെ നേതൃത്വത്തിൽ ആ ജനത്തെ ദൈവം മിസ്രൈം ദേശത്തിൽ നിന്ന് ഇറക്കി. നമുക്കറിയാം ആ ഇറക്കിയ അനുഭവങ്ങളൊക്കെ തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എൻ്റെ ഓഡിയൻസ് ആയിട്ടുള്ള പ്രിയ സഹോദരി സഹോദരന്മാർക്ക് ആ കാര്യം നന്നായിട്ട് അറിയാം. കട്ലപ്പടിമേലും കുറുമ്പടിമേലും അവർ കുഞ്ഞാടിൻ്റെ രക്തം തളിച്ച് അവരിറങ്ങിയ അനുഭവങ്ങൾ അതെല്ലാം നമുക്കറിയാം. അങ്ങനെ വിടുവിക്കപ്പെട്ടവരാണ്. ആ ഭയങ്കര കഠോരമാകുന്ന ആ നുകത്തെ ദൈവം തകർത്തു. 10 ബാധകൾ അയച്ച് ദൈവത്തിൻ്റെ ജനത്തെ ദൈവം വിടുവിച്ചാണ് ദൈവം ഇറക്കുന്നത്, വാഗ്ദത്ത ദേശത്തേക്ക് കൊണ്ടുപോകുന്നത്. ഇതാണ് നമുക്ക് ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ഉൽപ്പത്തി പുസ്തകത്തിലും പുറപ്പാട് പുസ്തകത്തിലും ഒക്കെ നമുക്ക് ആ ചരിത്രം കാണാം. എന്നാൽ നമ്മൾ കാണുന്നത് വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. ഇറക്കിയതാരാണ്? ദൈവമാണ്. നശിപ്പിച്ചതാരാണ്? ദൈവമാണ്. അതെന്താണ് കാരണം? ഓൺ ദ വേയിൽ ദേ റിബെൽഡ് അഗൈൻസ്റ്റ് ഗോഡ്. അങ്ങനെയാണ് ചരിത്രത്തിൽ കിടക്കുന്നതെങ്കിൽ വിശ്വാസത്യാഗികളായ ദുരുപദേശകരെ, ഇത് നിങ്ങൾക്കൊരു വാണിംഗ് ആണ് എന്നതാണ് പരിശുദ്ധാത്മാവിന് പറയാനുള്ളത്. ഇവിടെ നമുക്കറിയാം
വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു എന്ന് പറയുമ്പോൾ യോശുവയും കാലേബും ഇറങ്ങി തിരിച്ചവരിൽ ആ പഴയ ജനറേഷനിൽ നിന്ന് 2 പേര്, ബാക്കിയെല്ലാം 20 വയസ്സ് മുതൽ താഴെയുള്ള ചെറുപ്പക്കാർ മാത്രമാണ് കയറിയത്. ബാക്കിയുള്ള ഈ ലക്ഷക്കണക്കിന് വരുന്ന ആളുകളെല്ലാം എന്ത് ചെയ്യും? ബിക്കോസ് ദേ റിബെൽഡ് അഗൻസ്റ്റ് ഗോഡ്. അവർ ദൈവത്തെ അവിശ്വസിച്ചു, അവർ ദൈവത്തോട് മത്സരിച്ചു എന്ന് പറയുമ്പോൾ ഇത് ഏത് വേദഭാഗമാണ് എന്നതിനെക്കുറിച്ച് ഇപ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നുണ്ടാകും. സംഖ്യാപുസ്തകം 14-ാം അധ്യായം 11-ാം വാക്യം. ആ തലമുറയെ ദൈവം ന്യായം വിധിക്കുന്നത്, യഹോവ മോശയോട്, ഈ ജനം എത്രത്തോളം എന്നെ നിരസിക്കും, ഞാൻ അവരുടെ മധ്യേ ചെയ്തിട്ടുള്ള അടയാളങ്ങളൊക്കെയും കണ്ടിട്ട് അവർ എത്രത്തോളം എന്നെ വിശ്വസിക്കാതിരിക്കും. അപ്പം ഈ പ്രത്യേക അനുഭവം നമുക്കറിയാം. 10 സ്പൈസിനെ മോശ ഈ കനാൻ ദേശം ഒറ്റുനോക്കാൻ വിട്ടു. അവർ ഡിവൈഡഡായി. 10 പേര് പറഞ്ഞു, ഒരിക്കലും ഇത് നമുക്ക് പിടിച്ചടക്കാൻ ഒക്കത്തില്ല. 2 പേർ, കാലേബും യോശുവയും മാത്രമാണ് നേരെ നിന്നത്, വാഗ്ദത്തത്തിൽ ഉറച്ചത്. ശരിയാണ്, അവരെ മല്ലന്മാർ കണ്ടേക്കാം, ജയൻസ് ഒക്കെ കണ്ടേക്കാം, പക്ഷേ ദൈവം നമ്മളോട് കൂടെയുണ്ട്, നമുക്കതിനെ പിടിച്ചടക്കാൻ കഴിയും. പക്ഷെ ഈ 10 പേര് ചെയ്തതെന്താണെന്നറിയാമോ? ആ സഭയെ മുഴുവനും ഈ അവിശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞ് അവരെ മുഴുവനും പൊളിയൂട്ട് ചെയ്തു. ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളോട് പറയാം, നുഴഞ്ഞു കയറുന്ന ചിലരായിരിക്കാം, പക്ഷേ കെയർ ചെയ്തില്ലെങ്കിൽ ഈ ചിലർക്ക് സഭയെ മൊത്തം പുളിപ്പിക്കാൻ കഴിയും. ഈ സത്യം ദൈവദാസന്മാർ തിരിച്ചറിയണം. അത് സാരമില്ല എന്ന് ചിന്തിക്കരുത്. പുറത്താക്കേണ്ടവനെ പുറത്താക്കിയിരിക്കണം. അല്ലെങ്കിൽ സാധുക്കളായ മറ്റ് സഭയിലുള്ള വിശ്വാസികളെ ഇവർ പൊളിയൂട്ട് ചെയ്ത് അവരുടെ വിരുദും ഇവർ തെറ്റിച്ചു കളയും. അങ്ങനെ അവർക്ക് അവിശ്വാസമുണ്ടായി. ആ കാര്യത്തെക്കുറിച്ച് നമുക്കറിയാം. എന്നാൽ ഇവിടെ മറ്റൊരു സൂചന നിങ്ങളുടെ മുൻപിൽ വയ്ക്കാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ദൈവമക്കളൊരു പാറ്റേൺ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു 3 എക്സാമ്പിൾസ് ആണ് 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിലുള്ളത്. ഒന്ന് ഇസ്രായേലിൻ്റേത്, മറ്റൊന്ന് വീണുപോയ ദൂതന്മാർ, മറ്റൊന്ന് സോദോം ഗോമറ. അപ്പോൾ അത് നമ്മൾ ചിന്തിക്കുമ്പോൾ 4-ാം വാക്യത്തിലെ സംഭവം എന്തായിരുന്നു? ഈ ദുരുപദേശകർ ദൈവത്തോട് മത്സരിച്ചു. അവർ യേശുവിൻ്റെ കർത്തൃത്വം വിട്ട് കൃപയുടെ നല്ല വചനത്തെ ഡിസ്റ്റോർട്ട് ചെയ്ത് അവർ ഇമ്മോറാലിറ്റിയിൽ അവരുടെ ജീവിതം കഴിച്ചു. അപ്പം ഇമ്മോറാലിറ്റിയും 2 കർത്തൃത്വത്തിന് കീഴ്പ്പെടാത്ത 2 കാര്യങ്ങളാണ് അവിടെ കാണുന്നത്. ഈ 3 ഉദാഹരണങ്ങൾ നിങ്ങൾ പരിശോധിച്ചാൽ, പ്രത്യേകിച്ച് വീണുപോയ ദൂതന്മാരിൽ അത് വളരെ എവിഡൻ്റാണ്. അവരൊരിക്കൽ ദൈവത്തിൻ്റെ കർത്തൃത്വത്തിൻ്റെ കീഴിൽ നിന്നവരാണ്, പിന്നീട് സെക്ഷൽ ഇമ്മോറാലിറ്റിയിലേക്ക് പോകുന്നത്. സോദോം ഗോമറയുടെ അനുഭവങ്ങളും ആ നിലയിലുള്ളതാണ്. എന്നാൽ ഇസ്രായേലിൻ്റെ കാര്യം നമ്മൾ ചിന്തിക്കുമ്പോൾ, ഇപ്പോൾ ഞാൻ വായിച്ച സംഖ്യാപുസ്തകത്തിലെ വാക്യത്തിനകത്ത് വിശ്വസിച്ചില്ല, ആ അവിശ്വാസത്തെ ആ പുരുഷാരത്തിൻ്റെ ഇടയിൽ അവർ പടർത്തി, അങ്ങനെ ദൈവം അവരെ ന്യായം വിധിക്കുന്നു. പക്ഷെ ഇവിടെ നമ്മൾ സെക്ഷൽ ഇമ്മോറാലിറ്റി കാണുന്നില്ല. ആ വിഷയം കൂടെ മനസ്സിലാക്കാൻ നമ്മൾ മറ്റൊരു വേദഭാഗത്തിലേക്ക് കടന്നു പോകേണ്ടത് ആവശ്യമാണ്. ഈ 3 ഉദാഹരണങ്ങൾ മാത്രമല്ല, 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിലെ ഉദാഹരണങ്ങൾ മാത്രമല്ല, 8-ാം വാക്യത്തിലേക്ക് പോകുമ്പോഴും ഈ 2 കാര്യം നമുക്ക് കാണാൻ കഴിയും. ദുരുപദേശകരെക്കുറിച്ച് യൂദ അവിടെ പഠിപ്പിക്കുമ്പോഴും അവരുടെ ആ സ്വഭാവങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ ഈ 2 കാര്യങ്ങൾ പിന്നെയും വെളിപ്പെടുത്തുന്നതായിട്ട് കാണാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ഈ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇസ്രായേൽ ജനത്തെക്കുറിച്ചും ആ കാര്യം യൂദയ്ക്ക് പറയാനുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ഇമ്മോറാലിറ്റി വന്നത് ഏത് ഭാഗത്താണ് എന്നുള്ളതിനെക്കുറിച്ച് 2 വാക്ക് ഞാൻ പറയാൻ താല്പര്യപ്പെടുകയാണ്. സംഖ്യാപുസ്തകം 25-ലേക്ക് നമ്മൾ വരികയാണെങ്കിൽ,
അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ പരിശോധിച്ചാൽ നമുക്കറിയാം അവിടെ മോവാബ്യരുമായിട്ടുള്ള ഒരു സഖ്യത അവിടെ ഉണ്ടാകുന്നു. അത് ഏത് നിലയിലാണെന്നുള്ളത് ഞാനവിടെ പറയാൻ താല്പര്യപ്പെടുകയാണ്. ഇസ്രായേൽ ശിത്തീമിൽ പാർക്കുമ്പോൾ ജനം മോവാബ്യ സ്ത്രീകളുമായി പരസംഗം തുടങ്ങി. 2-ാം വാക്യം, അവർ ജനത്തെ തങ്ങളുടെ ദേവന്മാരുടെ ബലികൾക്ക് വിളിക്കുകയും ജനം ഭക്ഷിച്ച് അവരുടെ ദേവന്മാരെ നമസ്കരിക്കുകയും ചെയ്തു. ഇസ്രായേൽ ബാൽ പെയോരിനോട് ചേർന്ന് യഹോവയുടെ കോപം ഇസ്രായേലിൻ്റെ നേരെ ജ്വലിച്ചു. അപ്പോൾ അവിടെ ഇമ്മോറാലിറ്റിയും വരുന്നു. അന്യദേവന്മാരുടെ അടുക്കലേക്ക് അത് നിമിത്തം അവർ പോയി കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ നടത്തിപ്പിൽ നിന്ന് അവർ കംപ്ലീറ്റ് ആയിട്ട് റിബൽ ചെയ്യുകയാണ്, കർത്തൃത്വത്തിൻ്റെ കീഴിൽ നിന്ന് പോവുകയാണ്. ഈ 2 അനുഭവങ്ങളും ഇവിടെ വരുന്നുണ്ട്. അപ്പം സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിലെ കാര്യത്തോട് ഈ ഭാഗം കൂടെ കൂട്ടിച്ചേർത്ത് പഠിക്കേണ്ടത് ആവശ്യമാണ് എന്നതാണ് എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരുടെ മുൻപിൽ ഞാൻ വയ്ക്കുവാൻ താല്പര്യപ്പെടുന്നത്. മാത്രമല്ല, ഈ പ്രത്യേക സന്ദർഭം, ഈ ബാൽ പെയോരിനോട് ചേരുന്ന ഈ അനുഭവങ്ങൾ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ അനേക ആവർത്തി കർത്തൃഭൃത്യന്മാർ ഇത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ആവർത്തന പുസ്തകം 4-ാം അധ്യായം 2-3 വാക്യം, യോശുവയുടെ പുസ്തകം 22-ന്റെ 16-17 വാക്യം, സങ്കീർത്തനം 106-28 മുതലുള്ള വാക്യം, ഹോശേയ പ്രവചനത്തിൽ നമുക്ക് ഈ വാക്യം കാണുവാനായിട്ട് കഴിയും. ഇവിടെ എല്ലാം റിപ്പീറ്റഡായി വാർണിംഗ് നമുക്ക് കാണാൻ കഴിയും. അവർ അന്യ ദൈവങ്ങളെ സേവിച്ചതിൻ്റെ, അതായത് കർത്തൃത്വത്തിൻ്റെ കീഴിൽ നിന്ന് മാറുക, അപ്പോൾ തന്നെ സെക്ഷുവൽ ഇമ്മോറാലിറ്റിയും അവരുടെ ഇടയിൽ ഉണ്ടായി. ഇത് തന്നെയാണ് ദുരുപദേശകർക്കും. യേശുവിൻ്റെ കർത്തൃത്വത്തിൽ നിന്ന് അവർ മാറുകയാണ്. കാരണം വചനം കോട്ടിമാറ്റുമ്പോൾ അത് ഓപ്പണായിട്ട് അവർ കാണിക്കുകയാണ്. അവർ യേശുവിനോട് മത്സരിക്കുന്നവരാണ്. ഭംഗി വാക്കുകളൊക്കെ പറയും, ജീസസ് ഈസ് ലോർഡ്, പിന്നെ ഹീ ഈസ് ലോർഡ് എന്നുള്ള പാട്ടുകൾ പാടിയെന്ന് വരാം. പക്ഷേ വ്യക്തിപരമായ ജീവിതത്തിൽ ആ കർത്തൃത്വത്തിൽ അല്ല അവർ ദുർമാർഗികളാണ്. ദുർമാർഗവുമുണ്ട്, യേശുവിൻ്റെ കർത്തൃത്വത്തെ തുച്ഛീകരിക്കുന്ന ആളുകൾ. ഇത് തന്നെയാണ് യൂദയുടെ ഫസ്റ്റ് എക്സാമ്പിളിൽ നമ്മൾ കാണുന്നത്. ചരിത്രത്തിൽ ഇങ്ങനെയുള്ളവരെ ദൈവം ന്യായം വിധിച്ചു എങ്കിൽ ഇവരെ ദൈവം വെറുതെ വിടുകയില്ല. ഇതാണ് യൂദ കൊണ്ടുവരുന്ന പോയിന്റ്. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാർ, ഇത് മനസ്സിലാക്കണം. ആവർത്തന പുസ്തകം 4-ാം അധ്യായം 2-3 വാക്യത്തിൽ ഈ ബാൽ പെയോറിൻ്റെ വിഷയം മോശ നോയിക്കെ പറയുന്നത്, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകളെ നിങ്ങൾ പ്രമാണിക്കണം. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വചനത്തോട് കൂട്ടുകയോ അതിൽ നിന്ന് കുറയ്ക്കുകയോ ചെയ്യരുത്. ബാൽ പെയോരിൻ്റെ സംഗതിയിൽ യഹോവ ചെയ്തത് നിങ്ങൾ കണ്ണാലെ കണ്ടിരിക്കുന്നു. ബാൽ പെയോരിനെ പിന്തുടർന്നവരെ ഒക്കെയും നിന്റെ ദൈവമായ യഹോവ നിങ്ങളുടെ ഇടയിൽ നിന്ന് നശിപ്പിച്ചു കളഞ്ഞല്ലോ. കണ്ടോ, അതിലൊരു വാക്ക് പ്രത്യേകം നോട്ട് ചെയ്തു, വചനത്തോട് കൂട്ടുകയോ അതിൽ നിന്ന് കുറയ്ക്കുകയോ ചെയ്യരുത്. ദുരുപദേശകർ, കള്ളപ്രവാചകന്മാർ ഇത് തിരിച്ചറിയണം. അവരെ സൈഡ് പിടിച്ച് ലൈക്ക് അടിച്ചുകൊണ്ടിരിക്കുന്നവർ ഇത് ഗ്രഹിക്കണം. ചരിത്രത്തിൽ ദൈവം ചെയ്തത് ദൈവം ആവർത്തിക്കും. ദൈവത്തിൻ്റെ വചനത്തോട് മത്സരിച്ച ശേഷം നമുക്ക് ഫ്രീ ആയിട്ടിരിക്കാൻ ഒക്കത്തില്ല. There is a God in heaven who will judge the false teachers. ഇതാണ് ജൂഡിന് ശക്തമായി ഈ സദസ്സിനോട് പറയാനുള്ളത്. പരിശുദ്ധാത്മാവിന് ഈ കാലഘട്ടത്തിലുള്ള ദൈവസഭയോട് ഇതാണ് പറയാനുള്ളത്. അത് വളരെ സീരിയസ് ആയി എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാർ അത് എടുക്കണം. അപ്പോൾ സംഖ്യാപുസ്തകം 14-ലെ വിഷയവും, അവർ സ്പൈസിനെ അയച്ചു. ആ ചെറിയൊരു സംഘം 10 പേര് അവിശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞ ആളുകളെ പൊളിയൂട്ട് ചെയ്തു. നേരെ നിന്ന 2 പേർ, യോശുവയും കാലെബും, ബാക്കി ചിൽഡ്രൻ എന്ന് എഴുതിയിരിക്കുന്നത് യൗവനക്കാര്. They entered the promised land.
ദൈവം ഇറക്കി തിരിച്ചു അവരെ. ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും കൃപയും എല്ലാം നമുക്കവിടെ കാണാം. അതിന് ഒരു അനാലജിയാണ്. പുതിയ നിയമ വിശ്വാസിക്ക് അതൊരു അനാലജിയാണ്. പുതിയ നിയമത്തിൽ 3 ഭാഗത്തെങ്കിലും ഈ ഇസ്രായേൽ ജനത്തിൻ്റെ ജേർണിയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. നമുക്കറിയാം 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ അതുണ്ട്. നമുക്കറിയാം എബ്രായ ലേഖനം 3-4 അധ്യായങ്ങളിൽ ആ കാര്യം നമുക്ക് കാണുവാനായിട്ട് കഴിയും. യൂദയുടെ ലേഖനത്തിൽ അതുണ്ട്. ഇതെല്ലാം വിളിച്ചറിയിക്കുന്ന എന്താണ്? ഈ വൺ സേവ്ഡ് ഓൾവേസ് സേവ്ഡ് അല്ല, രക്ഷിക്കപ്പെട്ടു. അതിന് ഒരു അനാലജിയാണ്. നമുക്ക് പഴയ നിയമത്തിൽ ഒരു ഇലസ്ട്രേഷനാണിത്. അവരിറങ്ങിത്തിരിച്ചു. എല്ലാ അനുഭവങ്ങളും പ്രിവിലേജസ് അവർക്കുണ്ടായിരുന്നു. അപ്പോസ്തലനായ പൗലോസ് കൊരിന്തുകാർക്ക് എഴുതുമ്പോൾ ആദ്യത്തെ 5 വാക്യങ്ങൾ പരിശോധിച്ചാൽ അവരുടെ പ്രിവിലേജസ് ആണ്. എങ്കിലും ദൈവം അവരെ മരുഭൂമിയിൽ തള്ളിയിട്ടു. എന്നിട്ട് പോൾ പറയാണ്, ദിസ് ഈസ് എ വാർണിംഗ് ടു ദ ന്യൂ ടെസ്റ്റമെന്റ് ചർച്ച്. ഓട്ടക്കളത്തിൽ ഓടുമ്പോൾ ഓർത്തുകൊള്ളണം, ഇത് പ്രമാണമുള്ളതാണ് ഈ ഓട്ടം. എൻ്റെ പ്രിയരെ, ബൈബിളിലെ സ്ട്രോങ് വാർണിങ്സ് ആണിത്. ഇത് നമ്മൾ കണ്ടില്ല എന്ന് നടിക്കരുത്. ദൈവവചനം വളരെ ഭയത്തോടെ നമുക്ക് ഇത് ഏറ്റെടുക്കാം. മോശയുടെ ആ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. വചനത്തോട് കൂട്ടരുത്, അതിനോട് കുറയ്ക്കരുത്. ഇത് തന്നെയാണ് യൂദയുടെ ലേഖനത്തിൽ 3-ാം വാക്യത്തിൽ നമ്മൾ കണ്ടത്. വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ചതാണ്. കൂട്ടാനൊക്കത്തില്ല, കുറയ്ക്കാനൊക്കത്തില്ല. ഇത് വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ചതാണ്. ആ വിശ്വാസത്തിന് വേണ്ടിയാണ് നമ്മൾ പോരാടേണ്ടത്. ഇത് മെജോറിറ്റി എല്ലാവരും കൂടെ കൂടുമ്പോൾ ഈ വിശ്വാസത്തിന് നമുക്ക് മാറ്റാനൊക്കത്തില്ല. ഈ കാര്യം ദൈവമക്കൾ തിരിച്ചറിയണം. മോസസിൻ്റെ വാക്കുകൾ എടുത്ത് ഞാൻ അതിനെ വ്യാഖ്യാനിക്കുകയായിരുന്നു. ഒരുപാട് വാർണിംഗ് പാസേജുകൾ നമുക്ക് തിരുവെഴുത്തിൽ കാണുവാൻ കഴിയും. അതുകൊണ്ട് ദൈവത്തിൻ്റെ കൃപ ഇമ്മോറാലിറ്റിക്കും ലൈസൻഷ്യസ് ബിഹേവിയറിനുമൊക്കെ എടുത്ത് ദൈവത്തെ പുച്ഛിക്കുവാനും കളിയാക്കുവാനും ദൈവത്തിൻ്റെ വചനത്തെ നിസ്സാരമായി എണ്ണുവാൻ ആരെങ്കിലും ഒരുങ്ങുകയാണെങ്കിൽ വേദപുസ്തകത്തിന് വളരെ ശക്തമായ ഭാഷയിൽ പറയാനുള്ളത് ഒരു മുന്നറിയിപ്പാണ്. there is a coming judgment. ഇന്നൊന്നും സംഭവിക്കുന്നില്ലല്ലോ എന്ന് കണ്ട് നിങ്ങൾ ചിന്തിക്കരുത് യു വിൽ എസ്കേപ്പ് എന്നുള്ളത്. ഉറപ്പായി ഒരു ന്യായവിധി വരുന്നുണ്ട്. ഇത് ദൈവമക്കൾ ഗ്രഹിക്കണം എന്ന് വളരെ താഴ്മയോടെ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഒരുപാട് ആളുകൾ ചിന്തിച്ചിരിക്കുന്നത് രക്ഷിക്കപ്പെട്ടു ബ്രദറെ, സ്നാനപ്പെട്ടു ബ്രദറെ. നിങ്ങൾ ഈവൻ പുതിയ നിയമം നിങ്ങൾ നോക്കുക. റോമാലേഖനം 8-ാം അധ്യായം 13-ാം വാക്യം, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും. മരിപ്പിച്ചില്ല, ജഡത്തിലാണ് ജീവിക്കുന്നതെങ്കിലോ യു വിൽ ഡൈ. ഇത് ദൈവമക്കൾ മനസ്സിലാക്കണം. അല്ലാതെ കാലഘട്ടത്തിൽ ഓരോ ആളുകൾ ഇറക്കുന്ന നവീന ഉപദേശങ്ങളുടെ പുറകെ പോകരുത്. കേൾക്കാൻ വളരെ ഇമ്പകരമായി തോന്നും. തന്നെയല്ല, വലിയ വലിയ പദവികളൊക്കെ ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന ആളുകൾ അവർ മട്ടിലും ഭാവത്തിലുമൊക്കെ വലിയ സ്കോളേഴ്സായിട്ട് അവർ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിക്കും. പ്രിയരെ, ബിബ്ലിക്കൽ റെവലേഷൻ അപ്പുറത്ത് റെവലേഷൻസ് ഇല്ല. ഓരോ കാര്യങ്ങളും you look at what they are saying through the holy scriptures. ജൂഡ് ഒരു വലിയ വാർണിംഗ് ആണ് ഇവിടെ കൊണ്ടുവരുന്നത്. ഞാൻ ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞിട്ട് 6-ാം വാക്യത്തിലേക്ക് പോകാം. എന്താണ് ഇതിനകത്തെ ലെസൺ നമ്മൾ പഠിക്കുന്നത്? ദൈവത്തിൻ്റെ ജനമായി ഇവർ ഇസ്രായേൽ. ദൈവമാണ് ആ ഫറവോന്റെ നുകത്തെ തകർത്തത്. ദൈവമാണ് അവരെ പുറത്തു കൊണ്ടുവന്നത്. പക്ഷെ മരുഭൂമിയിൽ അവർ പട്ടുപോയി. കാരണം എന്താ? they rebelled against God. അവർ ദൈവത്തെ അവിശ്വസിച്ചു. അവർ ദുർമാർഗത്തിലേക്ക് അവർ പോയി. അന്യ ദൈവങ്ങളിലേക്ക് അവർ പോയി. and God judged them.
ഇത് തന്നെ സംഭവിക്കും. ദൈവത്തിൻ്റെ വചനത്തോട് കൂറുപുലർത്താതെ അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് ആളുകളെ ജീവനുള്ള ദൈവത്തിൽ നിന്ന് അകറ്റുന്ന സകല ആളുകളുടെയും അന്ത്യം ഇത് തന്നെയാണ്. 6-ാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുകയാണ്. അവിടെ മാലാഖമാരെ കുറിച്ചാണ് പറയുന്നത്. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിൻ്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിൽ കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. അന്ധകാരത്തിൻ്റെ കീഴിൽ സൂക്ഷിച്ചിരിക്കുകയാണ് കുറേ ദൂതന്മാരെ. ഇവിടെയും സെയിം ആപ്ലിക്കേഷനാണ്. They were holy angels. അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ, ദൈവം വെച്ച ആ പരിധിയെ ലംഘിച്ചുകൊണ്ട് ഒരു കാലഘട്ടം വരെ ഹോളി ഏഞ്ചൽസ് ആയിരുന്ന ഈ ദൂതന്മാർ ആ പരിധികൾ വിട്ട്, ആ ബൗണ്ടറികൾ വിട്ട് അവർ മറ്റു കുറെ കാര്യങ്ങളിലേക്ക് പോയി. ദൈവം അവരെ ന്യായം വിധിക്കുവാനായി അവരെ എന്തു ചെയ്തു? ഇവിടെ എഴുതിയിരിക്കുന്നത് ചങ്ങലയിട്ട് അന്ധകാരത്തിൻ കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. എന്തിന്? മഹാദിവസത്തിൽ ഒരു വലിയ ന്യായവിധി വരുന്നുണ്ട്. ടു ജഡ്ജ് ദം. സെയിം ആപ്ലിക്കേഷനാണ്. ഒരു കാലഘട്ടത്തിൽ പ്രിവിലേജ് ഉണ്ടായിരുന്നു, ഒരു കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ കരുണയും കൃപയും അനുഭവിച്ചു. അതുകൊണ്ട് എന്നേക്കും സേഫ് അല്ല. ദൈവത്തോട് മത്സരിച്ച്, ദൈവത്തെ ഉപേക്ഷിച്ചു, ദൈവത്തിൻ്റെ കൽപ്പനകളെ അവർ പുറങ്കാലുകൊണ്ട് തട്ടിക്കളഞ്ഞു. ദൂതന്മാരങ്ങനെ ചെയ്തപ്പോൾ അവരെ ദൈവം വിടാതെ അവരെ പിടിച്ച് ബന്ധിച്ചിട്ടുണ്ടെങ്കിൽ, അവർക്കൊരു ന്യായവിധി വരുന്നുണ്ടെങ്കിൽ, ദുരുപദേശകരെ നിങ്ങൾക്കും വരുന്നുണ്ടൊരു ന്യായവിധി. ഇതാണ് ജൂഡിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത്. ആരാണ് ഈ ദൂതന്മാർ? എന്താണ് അവർ ചെയ്തത്? ബൈബിൾ സ്കോളേഴ്സ് ഇക്കാര്യത്തിൽ ഡിവൈഡഡ് ആണ്. കുറെ ബൈബിൾ സ്കോളേഴ്സ് അവകാശപ്പെടുന്ന ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വേദഭാഗങ്ങളിൽ ഒരു സംഭവമുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ദൂതന്മാരിറങ്ങി മനുഷ്യരായ സ്ത്രീകളെ വിവാഹം ചെയ്തു, ലൈംഗികമായി അവരുമായി ബന്ധപ്പെട്ടു. അങ്ങനെയാണ് നെഫിലിം ഉണ്ടായത്. നമുക്ക് ആ കാര്യം അറിയാം. അതായിരിക്കും ജൂഡ് ഇവിടെ പരാമർശിക്കുന്നത് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി, അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുത്തു. ഇത് ദൈവം ഡിസൈൻ ചെയ്ത കാര്യം അല്ല. ദൂതന്മാർക്ക് വെച്ചിരുന്ന ആ ഒരു ബൗണ്ടറി അവർ വിട്ട് സ്ത്രീകളുമായി, ഹ്യൂമൻ വുമനുമായി അവർ സെക്ഷൽ ഇമ്മോറാലിറ്റിയിൽ ഏർപ്പെട്ടു. വളരെ ഗൗരവമായിട്ട് ദൈവം ഇതിനെ കണക്കിലെടുക്കുകയാണ്. 2 പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ പത്രോസ് ഈ കാര്യം മെൻഷൻ ചെയ്യുന്നത് ശ്രദ്ധിക്കാം. പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിൻ്റെ ചങ്ങലയിട്ട് നരകത്തിലാക്കി. അവിടെ നരകമെന്ന വാക്ക് ടാർട്ടറസ് അല്ലെങ്കിൽ ഗ്ലൂമി ഡഞ്ചൻ എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന ന്യായതി വരെ അവരെ ബന്ധിച്ചിട്ടിരിക്കുകയാണ് ഒരു സ്ഥലത്ത് എന്നതാണ് നമ്മൾ അവിടുന്ന് മനസ്സിലാക്കേണ്ടത്. നരകത്തിലാക്കി ന്യായവിധിക്കായി കാപ്പാൻ ഏൽപ്പിക്കുകയും പീറ്റർ ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം ന്യായമായിട്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത്, ഈ മാലാഖമാര് അവർക്ക് പൊസിഷൻ ഉണ്ടായിരുന്നു, അധികാരമുണ്ടായിരുന്നു, പക്ഷേ അവർക്ക് ഒരു പരിധി ഉണ്ടായിരുന്നു, ദൈവം കൊടുത്ത ഉത്തരവാദിത്തങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഈ ബൗണ്ടറികളെ അവർ വിട്ടിട്ട് അവർ ചെന്ന് ഹ്യൂമൻ വുമനുമായി റിലേഷൻഷിപ്പിലായി. ദൈവം അത് ഒരിക്കലും സഹിച്ചില്ല.
ദൈവം അവരെ വരാൻ പോകുന്ന ന്യായവിധിക്കായി ഈ ഡീമോണിക് ഫോഴ്സസിനെ, ഈ ഭൂതങ്ങളെ ചെയിനിട്ട് സൂക്ഷിച്ചിരിക്കുന്നു എന്നതാണ് തിരുവെഴുത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. കാരണം അവർ പെർവേഴ്സായിരുന്നു, അവർ ദൈവത്തോട് മത്സരിച്ചു. വളരെ ആപ്ലിക്കേഷൻ വളരെ ക്ലിയറാണ്. ഇതുപോലെ ദുരുപദേശകർക്കും സംഭവിക്കും. നോക്കിക്കേ, ഒന്നല്ല രണ്ടല്ല 3 വട്ടം ജൂഡ് അടിവരയിട്ട് പറയുകയാണ്, ഈ അകത്ത് നുഴഞ്ഞ് കയറിയിരിക്കുന്ന ആളുകളുടെ അവസാനം ഇന്നതാണ്. ഭക്തരായിരിക്കുന്നവർ ഇത് മനസ്സിലാക്കണം, ആടി നിൽക്കുന്നവരും ഇത് ഗ്രഹിക്കണം. ഇതിൻ്റെ പുറകെ പോകുകയാണെങ്കിൽ, വചനവിരുദ്ധമായ കാര്യങ്ങൾക്ക് പുറകെ പോകുകയാണെങ്കിൽ വരാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ച് തിരിച്ചറിയണം. ജൂഡിൻ്റെ വാക്കുകൾ വളരെ വളരെ സ്ട്രോങ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഗോഡ് പണിഷ് ദീസ് ഫോളൻ ഏഞ്ചൽസ്. യാതൊരു നിലയിലും ഒരു മാപ്പില്ല. അതിൻ്റെ കാരണം എന്താണ്? അവരുടെ പരിധി അവർ ലംഘിച്ചു എന്ന് പറഞ്ഞാൽ they rebelled against God. ആ കർത്തൃത്വത്തിൻ്റെ കീഴിൽ നിൽക്കാതെ they rebelled, എന്നിട്ട് and committed immorality. അത് ദൈവം വെച്ച ഒരു സംവിധാനമല്ല. ദൈവം വെച്ച സംവിധാനം എന്ന് പറയുന്നത് ഹ്യൂമൻസ് വിൽ ഹാവ് ഇന്റർകോഴ്സ് ഓർ സെക്ഷുവൽ അനുഭവങ്ങൾ അവർ ഹ്യൂമൻസ് തമ്മിലാണ്. ഇറ്റ് ഈസ് നോട്ട് വിത്ത് ഏഞ്ചൽസ്. ദൈവമക്കൾ ഇത് വളരെ സീരിയസ് ആയിട്ട് മനസ്സിലാക്കണം. ഇതുപോലെ ദൈവം വെച്ചിട്ടുള്ള മറ്റൊരു പരിധിയാണ് ഹ്യൂമൻസ് ആൻഡ് ബീസ്. ദൈവം അത് വെച്ചിട്ടില്ല. ദൈവം ഒരു പരിധിയാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ സംഭവിക്കുന്നത്, അങ്ങനെ ഏതെങ്കിലും ഇടപാടുകൾ വന്നാൽ ദൈവം വളരെ കർശനമായ നടപടികൾ എടുക്കും. ഇതെല്ലാം ബൈബിളിലെ കാര്യങ്ങളാണ്. ദിസ് ഇസ് ദ ട്രൂത്ത്. അതുകൊണ്ട് ജൂഡിന് പറയാനുള്ളത്, ദൂതന്മാരെ ദൈവം വിട്ടില്ലെങ്കിൽ നിങ്ങളെ വിടത്തില്ല. ഈ കൂട്ടരെ ദൈവം വിടുകയില്ല എന്നുള്ളതിന് ശക്തമായ വാർണിംഗ് ആണ് ഇവിടെ ജൂഡ് ആത്മനിയോഗത്തിൽ കൊടുക്കുന്നത്. 7-ാം വാക്യം ഇവിടെ നമ്മൾ കാണുന്നത് ദി എക്സാമ്പിൾ ഓഫ് സോഡോം ആൻഡ് ഗോമോറ. സോദോമും ഗോമറയും ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമമായി ദുർനടപ്പ് ആചരിച്ച് അന്യജഡം മോഹിച്ച് നടന്നതിനാൽ നിത്യാഗ്നിയുടെ ശിക്ഷാവിധി സഹിച്ചുകൊണ്ട് ദൃഷ്ടാന്തമായി കിടക്കുന്നു. വാസ്തവത്തിൽ അവിടെ സോദോം ഗോമറ 2 പട്ടണങ്ങളുടെ പേരേ പറയുന്നുള്ളൂ എങ്കിലും ചുറ്റുമുള്ള പട്ടണങ്ങൾ എന്നവിടെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 5 പട്ടണങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. സോദോം, ഗോമറ, അദ്മ, സെബോയിം എന്നുള്ള 4 പട്ടണങ്ങളും, അതുപോലെ സോആർ എന്നുള്ള പട്ടണം ലോത്ത് നിമിത്തം അത് നശിപ്പിച്ചില്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ സോദോം ഗോമറയുടെ കൂടെ മറ്റ് ചില പട്ടണങ്ങളും ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് നശിച്ചു നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 19-ാം അധ്യായം മുഴുവനും വായിക്കുമ്പോൾ അവിടെ നടന്ന സംഭവം നമുക്കറിയാം. ദൈവം 2 ദൂതന്മാരുമായി ആദ്യം അബ്രഹാമിൻ്റെ ഭവനത്തിലാണ് വരുന്നത്. അതിനുശേഷം 16, 18-ൻ്റെ 16 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് ആ 2 ദൂതന്മാർ സോദോമിലേക്ക് പോകുകയാണ്, സോദോം ഗോമറയിലേക്ക്. അബ്രഹാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് ആ ദേശങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്നു. എന്താ കാര്യം? തൻ്റെ നെവ്യൂ ആയിരിക്കുന്ന ലോത്ത് അവിടെ ഉണ്ട്. പക്ഷേ ലോത്തിനെയും കുടുംബത്തെയും ദൈവം അവിടുന്ന് രക്ഷപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ആ പട്ടണങ്ങൾ ഭസ്മീകരിക്കപ്പെടുകയാണ്. ദിസ് ഇസ് ഓൾസോ എ വാർണിംഗ്. അപ്പോൾ നമ്മൾ ചിന്തിക്കും, അവർ ജാതികളല്ലേ, അവർക്കങ്ങനെ ദൈവത്തോട് മത്സരിക്കുകയാണെന്ന് അറിയത്തില്ലല്ലോ. പ്രിയരേ, ജാതികൾക്കും അവർ ചെയ്ത കാര്യം തെറ്റാണെന്ന് അറിയത്തില്ലേ? അവരുടെ കോൺഷ്യസിൽ അതറിയത്തില്ലേ? അവിടെ ചെന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ദൂതന്മാരാ. അത് ദൂതന്മാരാണെന്ന് അവർ അറിഞ്ഞോ ഇല്ലയോ ക്ലിയർ അല്ല. അറിഞ്ഞില്ലെന്നിരിക്കട്ടെ, പക്ഷെ അവരെ എന്താണ് ചെയ്യാൻ അവർ തുടങ്ങിയത്? അവരെ
ഹോമോസെക്ഷുവാലിറ്റിക്ക്, ഗാങ് റേപ്പിന് വേണ്ടിയാണ് ആ നാട്ടുകാർ തയ്യാറായത്. ലോത്ത് തൻ്റെ പെൺമക്കളെ ഓഫർ ചെയ്യുന്നു. അതിനേക്കാൾ അവർക്ക് ഇൻട്രസ്റ്റ് ഇതാണ്. ലോത്ത് ഓഫർ ചെയ്തത് തെറ്റാണ്, പക്ഷേ അവരുടെ ആ പെർവേഴ്സിറ്റി മനസ്സിലാക്കാനാണ് ഞാനത് കോൺട്രാസ്റ്റ് ചെയ്ത് നിങ്ങളോട് പറഞ്ഞത്. ഇത് സാധാരണ ജാതി ആളുകൾക്ക് അറിയത്തില്ലേ? അവരുടെ ഉള്ളത്തിൽ കോൺഷ്യസിൽ തന്നെ കാര്യങ്ങൾ അറിയത്തില്ലേ? അവര് ദൈവത്തോട് മത്സരിക്കുകയാണ്. അത് ശരിയല്ല. അവർ ദൈവത്തെയും ദൈവത്തിൻ്റെ പ്രമാണത്തെ അവഗണിക്കുകയാണ്. അതിനോട് കൂട്ടിച്ചേർത്ത് ഞാനൊരു കാര്യം പറയാം. നീതിമാനായ ലോത്ത് ഇവരുടെ കൂടെ താമസിച്ചവനല്ലേ? ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മനം നൊന്തവനല്ലേ ലോത്ത്? അങ്ങനെയാണെങ്കിൽ ഭക്തിയുടെ എങ്ങനെയാണ് ഇത് നടപ്പെന്നുള്ളതിനെ കുറിച്ച് ചെറിയ നിലയിൽ ഒരു ഗ്രാഹ്യം അവർക്കില്ലേ? ലോത്ത് അബ്രഹാമിനെ പോലൊരു ഭക്തനാണെന്ന് ഞാൻ വാദിക്കുകയല്ല, പക്ഷെ ഇവരെക്കാളൊക്കെ നീതിമാനായിരുന്നു. മാത്രവുമല്ല, ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിൽ നീതിമാനായ അബ്രഹാം ഇവരെ വിടുവിച്ചതല്ലേ? എന്താണ് ഭക്തി എന്നുള്ളതിനെ കുറിച്ച് ഒരു ചെറിയ അറിവെങ്കിലും ഇവർക്കില്ലേ? സോദോം ഗോമറായ്ക്ക് കുറെ രാജാക്കന്മാർ വന്ന് സോദോം ഗോമറക്കാരെല്ലാം പിടിച്ചോണ്ടുപോയി, അവരുടെ രാജാവിനെ ഉൾപ്പെടെ. അബ്രഹാമും 318 അഭ്യാസികളും കൂടെ കടന്നുപോയി. അവരെ കൂട്ടത്തിലുള്ള അലയൻസിലുള്ള കുറെ ആളുകൾ കടന്നുപോയി അവരെ വിടുവിച്ചുകൊണ്ട് വന്ന ഒരു ചരിത്രം ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ സോദോം രാജാവ് നന്ദി സൂചകമായ ഒരു ഓഫറിംഗ് ഒക്കെ കൊടുക്കുന്നത് അബ്രഹാം നിഷേധിച്ചു. ഒടുവിൽ നീ എന്നെ സമ്പന്നനാക്കുമെന്ന് പറയും. നോ. അപ്പോൾ ഈ ഭക്തനായ മനുഷ്യരുമായിട്ടൊരു ഏറ്റുമുട്ടലിൽ ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ചൊക്കെ ചെറിയ നിലയിലെങ്കിൽ ഇവർക്ക് ബോധ്യമായവരല്ലേ? എന്നിട്ടും അവർ ഈ വഷളത്വം പ്രവർത്തിച്ച ജനമാണ്. ദൈവിക നീതി വിട്ട പെരുമാറിയവരും സെക്ഷൽ ഇമ്മോറാലിറ്റിയിലേക്ക് തങ്ങളെ തന്നെ വിറ്റുകൊടുത്ത സോദോം ഗോമറായെ ദൈവം നശിപ്പിച്ചെങ്കിൽ ഈ ഫോൾസ് ടീച്ചേഴ്സിനെ ദൈവം ന്യായം വിധിക്കും, അതിൽ സംശയമില്ല എന്നാണ് ജൂഡിന് പറയാനുള്ളത്. ദിസ് ഈസ് വെരി വെരി സീരിയസ്. നമ്മളിനി ഇത് ന്യായീകരിക്കാൻ നിൽക്കരുത്. അതങ്ങനെ ആയിരിക്കും, ഇതിങ്ങനെ ആയിരിക്കും. അവർ പെർവേഴ്സായിരുന്നു. ആ കൂട്ടരെ ദൈവം ന്യായം വിധിച്ചു. പ്രത്യേകിച്ച് ആ വാക്കുകൾ തുടങ്ങുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? അതുപോലെ സോദോം ഗോമറായും. അതുപോലെ എന്ന വാക്കിൽ നിന്ന് ഇൻ എ സിമിലർ വേ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ആ മാലാഖമാർ ചെയ്തതുപോലെ തന്നെ സോദോം ഗോമറ എന്നൊക്കെ പറയുമ്പോൾ എന്താ അവിടെ അന്തർലീനമായി കിടക്കുന്നത്? മാലാഖമാർ വന്ന് ഹ്യൂമനായിട്ടുള്ള സ്ത്രീകളുമായി അവര് ഇമ്മോറൽ കാര്യങ്ങളിൽ ഏർപ്പെട്ടു. ഇവര് ആരുമായിട്ടായിരുന്നു സോദോം ഗോമറക്കാര് ഇടപെടാൻ പോയത്? മാലാഖമാർ. they were angels. അവിടെ ഒരു പ്രത്യേക വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമമായി ദുർനടപ്പ് ആചരിച്ച് അന്യജഡം മോഹിച്ച് നടന്നതിനാൽ. 6-ാം വാക്യത്തിൽ പറഞ്ഞ ആ ഏഞ്ചലിക് ഫോളൻ ഏഞ്ചൽസിന്റെ ആ ക്യാരക്ടറിനോട് ബന്ധിപ്പിച്ച് പഠിക്കാൻ കഴിയും. അന്യജഡമാണ് രണ്ടു കൂട്ടരും മോഹിച്ചത്. എന്താ ഈ അന്യജഡം? അത് രണ്ട് നിലയിൽ കാണാം. ഒന്ന്, ഏഞ്ചലിക് ഇൻവോൾവ്മെന്റ് ആണ് രണ്ടിടത്തും. അത് ദൈവം വെച്ച ക്രമം അല്ല. അന്യജഡമെന്ന് മറ്റൊരു നിലയിലും ചിലർ ചിന്തിക്കുന്നുണ്ട്. സോദോം ഗോമോറയോടുള്ള ബന്ധത്തിൽ ന്യായമായിട്ടുള്ള ലൈംഗികമായിട്ടുള്ള ദൈവം വെച്ചിരിക്കുന്ന സംവിധാനം വിവാഹ ജീവിതത്തിൽ സ്ത്രീയും പുരുഷനും തമ്മിലാണ്. പക്ഷേ അന്യജഡം എന്ന് പറഞ്ഞാൽ അവർക്ക് ദൂതന്മാരാണെന്ന് അറിയത്തില്ലെങ്കിലും പുരുഷൻ പുരുഷനുമായി ബന്ധപ്പെടാൻ പോകുന്നു. ആ നിലയിലും ചിന്തിക്കുന്നവരുണ്ട്. എനിവേ, ദൈവത്തിൻ്റെ സന്നിധിയിൽ പൊറുക്കാൻ കഴിയാത്തതായിരുന്നു.
and God set the whole place on fire by his judgment. ആ ലാസ്റ്റ് വാക്കുകൾ ദൈവമക്കൾ ശ്രദ്ധിക്കണം. നിത്യാഗ്നിയുടെ ശിക്ഷാവിധി സഹിച്ചുകൊണ്ട് ദൃഷ്ടാന്തമായി കിടക്കുന്നു. ദിസ് ഇസ് an example that there is eternal torment. ദൈവമക്കള് ഇത് വളരെ വളരെ ഗൗരവമായിട്ടിത് മനസ്സിലാക്കണം. സോദോം ഗൊമോറയുടെ മറ്റ് പാപങ്ങളെക്കുറിച്ചൊക്കെ എസെക്കിയേൽ പ്രവചനം 16-ാം അധ്യായത്തിൻ്റെ 49-50 വാക്യങ്ങളിലുണ്ട്. അവിടെ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പാവം പിടിച്ചവരുടെ കരച്ചിലിനെ നിഷേധിക്കുന്നവരായിരുന്നു ഇവർ. അങ്ങനെ അവർ ദൈവത്തോട് മത്സരികളായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എൻ്റെ പ്രിയരെ, ദിസ് ഇസ് വെരി വെരി സീരിയസ്. നിത്യ അഗ്നിയുടെ ശിക്ഷാവിധി സഹിച്ചുകൊണ്ട് ദൃഷ്ടാന്തമായി കിടക്കുന്നു. Those cities were destroyed by fire and continue to be a warning to us that there is a hell in which sinners are punished. ഹെൽ ഇല്ലെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വേദപുസ്തകത്തിലെ കാര്യമാണ് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുന്നത്. ലളിതമാകുന്ന ട്രാൻസ്ലേഷൻ ആണെന്ന് മാത്രമേ ഉള്ളൂ. മത്തായിയുടെ സുവിശേഷം 3:12, 5:22, 5:29, 8:12, 10:28, 13:42, 13:50. ഇവിടെ എല്ലാം ദൈവമക്കൾ കാണണം. 25:41, 25:46. പുതിയ നിയമത്തിൽ റെഫറൻസ് ഞാൻ പറഞ്ഞത് നിത്യ നരകമുണ്ട് എന്ന് തിരുവെഴുത്ത് പറയുന്നു. അതുകൊണ്ട് ദൈവവചനത്തെ ഡിസ്റ്റോർട്ട് ചെയ്ത് പത്യ ഉപദേശത്തെ തിരിച്ച് കുറേ ആളുകളെ കളിപ്പിച്ച് സ്വന്തമായി ചെയ്യുന്ന പാപത്തിന് മറയായി ഇതൊക്കെ ചെയ്യുമ്പോൾ ഇതൊന്നും സംഭവിക്കുന്നില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഇന്ന് എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം, ഇതിന് പിടിവീഴുന്ന ഒരു ദിവസമുണ്ട്. ദൈവസഭയോട് എനിക്ക് പറയാനുള്ളത്, യൂദയ്ക്ക് പറയാൻ 3 വാണിംഗ് ആണ്. ദൈവം ഇറക്കിത്തിരിച്ച ദൈവത്തിൻ്റെ ജനമാകുന്ന ഇസ്രായേലിനെ ദൈവം മരുഭൂമിയിൽ തള്ളിയിട്ടു എങ്കിൽ, ദൈവത്തിൻ്റെ ബൗണ്ടറിയിൽ ഒരു കാലഘട്ടം വരെ ഹോളി ഏഞ്ചൽസ് ആയിരുന്നവരെ ദൈവം പൂട്ടിയിട്ടിരിക്കുകയാണ് ന്യായവിധിക്കെങ്കിൽ, സോദോം ഗോമോറ എന്ന് പറയുന്ന ആ പട്ടണങ്ങളെ അവരുടേതായിട്ടുള്ള ഇമ്മോറാലിറ്റിക്ക് ദൈവം നശിപ്പിച്ചു എങ്കിൽ, യൂദയുടെ ലേഖനം 4-ാം വാക്യത്തിൽ കാണുന്ന ദൈവത്തിൻ്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കുന്ന ദുരുപദേശകരെ ദൈവം വിടുകയില്ല എന്നതാണ് പരിശുദ്ധാത്മാവ് യൂദയിലൂടെ പറയുന്നത്. ഇത് മറക്കരുത്. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്. അടുത്ത ആഴ്ചയിൽ വീണ്ടും നമുക്ക് കാണാം. ദുരുപദേശകർക്കെതിരെ സടകുടഞ്ഞ ദൈവസഭ എഴുന്നേൽക്കണം. 3-ാം വാക്യം, കണ്ടന്റ് ഫോർ ദ ഫെയ്ത്ത്. വിശുദ്ധന്മാർക്കൊരിക്കലായി ഭരമേൽപ്പിച്ച വിശ്വാസത്തിനായി പോരാടണം. ദൈവം അതാണ് ദൈവസഭയിലൂടെ ആഗ്രഹിക്കുന്നത്. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.